ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാതെ കോൺഫിഡൻസ് ഇഷ്യൂ കാരണം പുറകോട്ട് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? മേ ബി പബ്ലിക്കിൽ സംസാരിക്കാൻ, ഓഫീസിലൊരു മീറ്റിംഗ് നടക്കുമ്പോൾ സംസാരിക്കാൻ, ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ, ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടായിട്ടും കോൺഫിഡൻസ് ഇഷ്യൂ കാരണം പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? പല ആൾക്കാരും ചിന്തിക്കുന്നത് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ്. എന്നാൽ അത് അങ്ങനെയല്ല. നമുക്ക് കോൺഫിഡൻസ് ഒരു സ്കില്ല് ബിൽഡ് ചെയ്യുന്നത് പോലെ ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺഫിഡൻസിനെ കൂട്ടാനായിട്ടുള്ള സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള 5 പവർഫുൾ സ്റ്റെപ്സിനെ കുറിച്ചിട്ടാണ്. റീഫ്രെയിം യുവർ നെഗറ്റീവ് തോട്ട്സ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് തുടങ്ങുന്ന ഒരു കാര്യമാണ്. ഈ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് പേടിയും സെൽഫ് ഡൗട്ട്സും ഒന്നും ഇല്ലെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. അവർ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് ഡിഫറെൻ്റ് ആക്കിയാണ് ചിന്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ബ്രെയിനോട് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ല നമ്മുടെ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഗുഡ് ഇനഫ് അല്ല, ഞാൻ എന്തായാലും ഈ ചെയ്യുന്നത് കുളവാക്കും, എനിക്ക് ചെയ്യാൻ ഇത് അറിയില്ല. ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നതിന് പകരം നമുക്കതിനെ റീഫ്രെയിം ചെയ്ത് പറയാം. ഞാൻ എല്ലാം മെസ്ഡപ്പ് ആക്കുമെന്ന് പറയുന്നതിന് പകരം ഞാൻ കുറച്ച് പ്രിപ്പയർഡ് ആണ്, ഞാൻ ബെറ്ററായിട്ട് ചെയ്യുമായിരിക്കാം, ഇനി മിസ്റ്റേക്സ് പറ്റിയാലും കുഴപ്പമില്ല, ഞാൻ അടുത്ത തവണ അതിൽ നിന്നും മനസ്സിലാക്കി ലേൺ ചെയ്ത് കാര്യങ്ങൾ ബെറ്ററാക്കി ചെയ്യും എന്നിങ്ങനെ നമുക്ക് പറയാം. ഐ എം നോട്ട് കോൺഫിഡൻ്റ് എന്ന് പറയുന്നതിന് പകരം ഐ ആം ലേണിംഗ് ടു ബി കോൺഫിഡൻറ്റ് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ നമ്മുടെ ലാംഗ്വേജിൽ കൊണ്ടുവരുന്ന ഷിഫ്റ്റുകൾ നമ്മളുടെ മൈൻഡിനെ ഒന്ന് ട്രിക്ക് ചെയ്യുകയും അതിലൂടെ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ചേഞ്ച് യുവർ ബോഡി ലാംഗ്വേജ്. നമ്മൾ ഒരാൾ ആദ്യമേ കാണുമ്പോൾ നമ്മളൊന്നും അവരോട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ പെർസീവ് ചെയ്യുന്നതിലൂടെ നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നാണ്. അത് നമുക്കും ഒരു കോൺഫിഡൻസ് തരാൻ, ആ ഒരു പോസ്റ്റർ എത്രത്തോളം കൃത്യമാണെന്നുള്ളത് നമുക്കും ഒരു കോൺഫിഡൻസ് തരാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ച് നിവർന്ന് നിൽക്കുന്നതിലൂടെ, നമ്മൾ ചിരിച്ച് സംസാരിക്കുന്നതിലൂടെ, നമ്മൾ ഒരു ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കുന്നതിലൂടെ, ഈ ഭയങ്കര റഷ്ഡ് ആയിട്ടുള്ള ജിറ്ററി മൂവ്മെൻറ്റ്സ് ചെയ്യുന്നതിന് പകരം സ്ലോ ആയിട്ട് സമയമെടുത്ത് നമ്മൾ ഓരോ ആക്ഷൻസ് ചെയ്യുന്നതിലൂടെ, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സിന് പകരം നമ്മൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് എടുത്ത് കൈ അനക്കി കൈയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് അങ്ങനെ സംസാരിക്കുന്നതിലൂടെ, അതുപോലെ നമ്മളുടെ സംസാരിക്കുന്ന ടോൺ ശ്രദ്ധിക്കുന്നതിലൂടെ, ഒരു ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഭയങ്കര പതുക്കെ സംസാരിക്കുന്നതിന് പകരം നമുക്കൊരു വേണ്ട ഒരു ഒപ്റ്റിമം വോയിസിൽ ഒരു കൃത്യമായ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കുന്നതിലൂടെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒന്നൊരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഒന്ന് ചിരിച്ച് ഒന്ന് അപ്രൈറ്റ് ആയിട്ട് നിന്നിട്ട് ഒന്ന് സംസാരിച്ച് നോക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മേ ബി ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടാവാം. ഫേസ് യുവർ ഫിയേഴ്സ് ഇൻ സ്മോൾ സ്റ്റെപ്സ്. പണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു, നമുക്ക് കാല് നീട്ടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഇരിക്കുക, എന്നിട്ട് നമ്മൾ കാല് നീട്ടുക. ആദ്യം തന്നെ കാല് നീട്ടി ഇരിക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂക്കും കുത്തി താഴെ വീഴുന്നുള്ളത്. ഇതേ സംഭവമാണ് ശരിക്കും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഫിയേഴ്സിനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറിയ ചെറിയ ആക്ഷൻസിലൂടെ ചെയ്യുക. ഓരോ സ്മോൾ സ്റ്റെപ്സ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്കംഫർട്ടിനെ നമ്മുടെ ബ്രെയിൻ കാണുന്നത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്കംഫർട്ടായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള, നിങ്ങളെ നെർവസ് ആക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. മേ ബി അതൊരു പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ള ഫിയർ ആയിരിക്കാം. ഇതിൽ ഏത് കാര്യത്തിനാണെങ്കിലും ഒരു ബിഗ് സ്റ്റെപ്പ് ഒറ്റയടിക്ക് എടുക്കുന്നതിന് പകരം ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ആക്കുക. ഇപ്പോൾ ഒരു വലിയ ക്രൗഡിനോടാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പേടിയെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ ക്രൗഡിലേക്ക് നിങ്ങൾ ചിന്തിക്കുക. മേ ബി ഒരു 5-6 ആൾക്കാരുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നത് ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇമാജിനേഷൻ അല്ല, നിങ്ങൾ അവിടെ അങ്ങനെ ഒരു ആക്ഷൻ കൊടുക്കുക. സോ അതിലൂടെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്താൻ പറ്റുന്നത്. ട്രെയിൻ യുവർ ഇന്നർ വോയിസ് ആൻഡ് വിഷ്വലൈസ് സക്സസ്. നമ്മൾ നമ്മുടെ സെൽഫിനോട് നടത്തുന്ന കോൺവെർസേഷൻസ്, സെൽഫ് ടോക്സ് നമ്മളുടെ കോൺഫിഡൻസിനെ ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ എന്നും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും കോൺഫിഡൻ്റ് ആവാൻ പറ്റുന്നുണ്ടാവില്ല. ഇമാജിൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഭയങ്കര അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും അയാളോട് പെരുമാറുക? അവിടെ നമ്മൾ കുറച്ചും കൂടെ കമ്പാഷനേറ്റ് ആയിട്ടാവും അയാളോട് സംസാരിക്കുക,
കുറച്ചും കൂടെ അയാളെ മോട്ടിവേറ്റ് ചെയ്താവും സംസാരിക്കുക. ഇതേ കാര്യം തന്നെയാണ് നമ്മളോട് തന്നെ ചെയ്യേണ്ടത്. ഇത് ഞാൻ കുളവാക്കും, ഇത് ശരിയാവില്ല എന്ന് പറയുന്നതിന് പകരം ഇത് ഞാൻ ശരിയാക്കും, ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നിങ്ങനെയുള്ള അഫർമേഷൻസ് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നത്, ആ പോസിറ്റീവ് സെൽഫ് ടോക്സ് നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പവർഫുൾ ടൂളാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം ഇതിന് ഒരുപാട് ന്യൂറോ സയൻറ്റിഫിക് എവിഡൻസുകളും ഉണ്ട്. നമ്മളുടെ ബ്രെയിനിന് ഒരു ഇമാജിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെയും അതുപോലെ ഒരു റിയൽ എക്സ്പീരിയൻസിനെയും, ഒരു ഇമാജിൻഡ് എക്സ്പീരിയൻസിനെയും ഒരു റിയൽ എക്സ്പീരിയൻസിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഇമാജിൻഡ് എക്സ്പീരിയൻസിലും റിയൽ എക്സ്പീരിയൻസിലും നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് സെയിം രീതിയിൽ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു പബ്ലിക്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു, അപ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്നതും നമ്മളത് ആക്ച്വലി ചെയ്യുമ്പം ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്നതും സെയിം രീതിയിൽ തന്നെയാണ്. സോ ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ന്യൂറൽ കണക്ഷൻസ്, ഈ കോൺഫിഡൻസിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂറൽ കണക്ഷൻസ് സ്ട്രെങ്തൻ ആവുകയും അതിലൂടെ നമ്മൾക്ക് ഈ ഒരു കോൺഫിഡൻസ് നാച്ചുറലി ഒരു നാച്ചുറൽ വേയിൽ ഒരു ഫ്ലോയിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഫെയിൽ ചെയ്യുന്നതാണ് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കോർട്ടിസോൾ ഹോർമോൺ റിലീസ് ആവുകയും അതിലൂടെ നമ്മൾ കൂടുതൽ ആൻഷ്യസ് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സക്സീഡ് ആവുന്നതാണ് എപ്പോഴും നമ്മൾ ഇമാജിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആക്ച്വലി ഡോപ്പമിൻ റിലീസ് ഉണ്ടാകുകയും അത് നമ്മളെ കുറേയും കൂടെ ഹാപ്പി ആക്കുകയും അവിടെ സ്ട്രെസ് ഫ്രീ ആക്കുകയും കുറേയും കൂടെ കോൺഫിഡൻ്റ് ആക്കുകയും ചെയ്യും. ഇനിയാണ് നമ്മളുടെ 5th സ്റ്റെപ്പ്, അതായത് ക്രിയേറ്റ് എ കോൺഫിഡൻസ് ട്രിഗർ. നമ്മുടെ മൈൻഡ് സെറ്റിനെ കോൺഫിഡൻസ് സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് ആക്ഷനെയോ ഹാബിറ്റിനെയോ നമുക്ക് കോൺഫിഡൻസ് ട്രിഗർ എന്ന് പറയാം. അതായത് ഒരു സ്വിച്ച് പോലെയാണ് നമ്മൾ ഈ കോൺഫിഡൻസ് ട്രിഗറിനെ കാണേണ്ടത്. നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കോൺഫിഡൻ്റ് ആകുക എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. കുറച്ചും കൂടെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ, ഇമാജിൻ ഒരു പാട്ട്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് പാട്ട് എടുക്കുക. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളത് കോൺഫിഡൻ്റ് ആക്കുന്നത് പോലെ തോന്നുന്നുണ്ടാവാം. അത് ആക്ച്വലി നിങ്ങളുടെ കോൺഫിഡൻറ്റ് ട്രിഗർ എന്ന് നമുക്ക് വിളിക്കാം. ഇമാജിൻ നിങ്ങളിപ്പോൾ ഒരു ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചില പാട്ട് കേൾക്കുമ്പോൾ, ചില മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ തോന്നുന്നുണ്ടാവാം. അപ്പോൾ അത് ആക്ച്വലി നിങ്ങളുടെ ഒരു കോൺഫിഡൻറ്റ് ട്രിഗറാണ്. ഇനി ഇതിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ട്രിഗർ ആണെന്നുണ്ടെങ്കിൽ ആ ട്രിഗറിനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്ട്രെങ്തൻ ചെയ്തെടുക്കേണ്ടത്. എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സോങ്ങിനെ നമുക്ക് കോൺഫിഡൻറ്റ് ട്രിഗർ ആക്കാൻ പറ്റുന്നത്? എക്സാമ്പിൾ, നിങ്ങളിപ്പം ഇഷ്ടപ്പെട്ടൊരു പാട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, KGF പാട്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ പാട്ട് ചൂസ് ചെയ്യുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കോൺഫിഡൻ്റ് ആകുന്ന സമയങ്ങളിൽ, കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത സമയങ്ങളിൽ ഈ പാട്ട് നമ്മൾ ലിസൺ ചെയ്യുന്നതാണ്. അതിലൂടെ നമ്മൾ കോൺഫിഡൻസിനെയും ഈ സോങ്ങിനെയും തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. സോ ഈ അസോസിയേഷന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, പിന്നീട് തേർഡ് സ്റ്റെപ്പായിട്ട് നമ്മൾക്ക് ഒരു ബിഗ് മൊമെൻറ്റ് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഈ പാട്ട് കേൾക്കുന്നു. സോ ഈ പാട്ട് കേൾക്കുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ നമ്മൾ ഇത് അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഈ ഒരു കാര്യത്തിനെ സെൻസ് ചെയ്യുകയും ആ കോൺഫിഡൻ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ മെമ്മറീസ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ടാവാം. പിന്നെ സ്റ്റെപ്പ് 4 പറയുന്നത് ഇത് ഫർദർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഇതൊരു സോങ്ങിൽ മാത്രമല്ല, നമുക്ക് മേ ബി ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നതിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു പവർഫുൾ ഒരു പൊസിഷൻ ഒരു അപ്രൈറ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു ബോഡി പോസ്റ്ററിലൂടെ ആകാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കോൺഫിഡൻറ്റ് ട്രിഗേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഈ കോൺഫിഡൻസ് ട്രിഗറിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാനും, അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. സോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.